ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയൊരു കാഴ്ചയായിരുന്നു അത്. ഞാൻ പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുമ്പം എൻ്റെ മുന്നിലായിട്ട് ഒരു വാപ്പയും രണ്ട് കുട്ടികളും നടന്നു പോകുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഖബറിൻ്റെ അടുത്ത് നിന്ന് അല്പം മാറിയാണ് അവർ സിയാറത്ത് ചെയ്യുന്നത്. അവരെ ഞാൻ ശ്രദ്ധിച്ചപ്പം ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ ഖബറിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് ഫാത്തിഹയും ഇഖ്ലാസും സൂറത്തുകളും ഓതുന്നത് ആ വാപ്പയല്ല, മറിച്ച് ആ ചെറിയ രണ്ട് കുട്ടികളാണ്. ആ രണ്ട് കുട്ടികളും ചേർന്നുകൊണ്ട് ഫാത്തിഹ ഓതി, രണ്ട് കുൽഹു അല്ലാഹു ഓതി, മൂന്നാമത്തെ കുൽഹു അല്ലാഹു ഓതുന്നതിന് പകരം ഫലക്ക് ഓതിപ്പോയപ്പോൾ ബിസ്മിക്ക് ശേഷം ആ വാപ്പ കുൽഹു അല്ലാഹു അല്പം ഉറക്കെ ഓതിക്കൊണ്ട് ആ തെറ്റ് കുട്ടികൾക്ക് തിരുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ആ വാപ്പയോട് എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. ഈ ഫാത്തിഹയും ഇഖ്ലാസ് മുഅവ്വിദത്തൈനിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് അത്ഭുതവും സന്തോഷവും തോന്നിയത്. കാരണം ആ ഖബറിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഈ കുട്ടികളാണ്. ഈ കുട്ടികൾ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഈ വാപ്പയാണ് ആമീൻ പറയുന്നത്. ഈ ഒരു കാഴ്ച എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയൊരു കാഴ്ചയായിരുന്നു. എനിക്ക് ആ വാപ്പയോട് ഒരുപാട് ബഹുമാനം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ആ രണ്ട് കുട്ടികളും വാപ്പയും ആ ഒരു ഖബർ മാത്രമല്ല സിയാറത്ത് ചെയ്തത്. അവർക്ക് പ്രിയപ്പെട്ട മറ്റ് ഖബറാളികളുടെ ഒക്കെ അടുത്ത് ചെന്നുകൊണ്ട് ഫാത്തിഹ ഓതിക്കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. നല്ല ഇസ്ലാമിക വേഷമൊക്കെ ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളെ ഖബർ സിയാറത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ ഉപ്പ കൊണ്ടുവന്നപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. ആ കുട്ടികൾ ഇന്നേ വരെ കാണാത്ത ആളുകൾക്ക് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ആ കുട്ടികൾ ദുആ ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കുട്ടികളെ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പ്രിയപ്പെട്ട ഖബറാളികളുടെ ചാരത്ത് പോയി ദുആ ചെയ്യണം എന്ന ശീലം പഠിപ്പിച്ച ആ ഉപ്പ ഒരു ദിവസം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയ്ക്ക് ഒരു വെള്ളിയാഴ്ച പോലും ആ ദുആ മുടങ്ങില്ലല്ലോ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. നമ്മുടെ മക്കളിലും നമ്മൾ ഇങ്ങനത്തെ ശീലങ്ങൾ വളർത്തണം. നമ്മൾ മരിച്ചു പോയാലും അവരുടെ മനസ്സിൽ നമ്മളെന്നും ജീവിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ചില ശീലങ്ങൾ.